അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തന്നെ ഒരു അറിവിലും ഏറിയ അറിവ് എന്ന് പറഞ്ഞാൽ പലരും വ്യാഖ്യാനിക്കുന്നത് അറിവിലും ഏറിയ ഒരു അറിവുണ്ട്. ഇല്ല, അറിവിലും ഏറിയ ഒരു അറിവില്ല. അറിവെന്ന് പറഞ്ഞ ബോധമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിലെ ബ്രഹ്മം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ട്രഡീഷണൽ വേദാന്തത്തിന്റെ ശൈലിയെ ആത്മോപദേശ ശതകത്തിലില്ല. പറയട്ടെ, ബ്രഹ്മം എന്നൊരു വാക്കില്ല, ജീവാത്മാവ് എന്നൊരു വാക്കില്ല, പരമാത്മാവ് എന്നൊരു വാക്കില്ല. ഉണ്ടോ സ്വാമി? ഇല്ല. എന്തുകൊണ്ട് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള വാക്കുകൾ ഗുരു അവിടെ ഉപയോഗിച്ചില്ല? ഗുരു പച്ച മലയാളത്തിൽ നമ്മളോട് പറഞ്ഞ അറിവ്, അറിവ്. ഈ അറിവാണ് ബോധം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബോധം അതാണ് അറിവ്. അറിവിലും ഏറി അറിയുന്നവെന്ന് പറഞ്ഞാൽ അറിവിലും ഏറി ആ ബോധത്തിലും. അതാണ് എന്ത് ഭംഗിയായിട്ട് ഗുരു പറഞ്ഞു എന്നറിയാം. അതിനെ നമ്മൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. ആ അറിവിലും കയറി, ഏറി എന്ന് പറഞ്ഞാൽ അതിനെ ഉൾക്കൊണ്ട് അറിയുന്നവന്റെ ഉരുവിലും ദൃശ്യത്തിന്റെ ഉള്ളിലും, ദൃക്ക് ദൃശ്യം, ഇത് ദർശനം, ഇത് മൂന്നും ഒന്നാണ്. ആ മൂന്നിന്റെ ഉള്ളിലും ഒരു കരു. ഇത്രയും ഭംഗിയായിട്ട് ആർക്കാ പറയാൻ പറ്റുക? കണ്ണു നിറയും ഗുരുവിന്റെ വരികൾ വായിക്കുമ്പോൾ. തമാശയല്ല. അറിവിലും അറിയുന്നവന്റെ ഉള്ളിലും അറിയപ്പെടുന്നതിന്റെ ഉള്ളിലും നിരന്തരമായിരിക്കുന്ന ചൈതന്യമാണ് കരു. ആ കരുവിനെ അറിയണമെങ്കിൽ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കണം. ഇത്രയും വലിയൊരു ഒരു ഉപദേശം ഗുരു തന്നിട്ട് നമ്മൾ കണ്ണ് 5-ന് പകരം 10 കണ്ണല്ലേ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 കണ്ണുകൾ ഉള്ളടക്കിയാൽ മാത്രം പോരാ, തെരെ വീണ് വണങ്ങണം, വീണോണങ്ങണം. അഹങ്കാരം പോണം. 2 അഹന്തയുണ്ട് നമ്മുടെ ഉള്ളില്, 2 അഹന്ത അല്ലേ? ഭംഗിയായിട്ട് ഗുരു പറഞ്ഞിട്ടുണ്ട്. തൊലി എലുമ്പ് ദുരന്തമന്ത കലകളുമേന്തും അഹന്ത ഒന്ന് കാണുക, പൊലിയും ഇത്. ഇത്രയും വലിയ താക്കീത് പിന്നെ ആർക്കാ തരാൻ പറ്റുക? ഇതാണ് തൊലി എലുമ്പ് മലഭാണ്ഡങ്ങളേന്നാ ഗുരു വിളിച്ചത്. മലഭാണ്ഡങ്ങളേന്ന്. ഈടാസുരാജെന്നല്ല വിളിച്ച, മലഭാണ്ഡായിരിക്കുന്നത്. കാലത്ത് തിന്ന ഇഡ്ഡലിയും ഇതൊക്കെ ഇവിടെ കിടക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് മലഭാണ്ഡത്തിൽ പോവും. കുറെ കിറ്റുകൾ കൂട്ടിയിട്ടൊരു വേസ്റ്റ് ബോക്സ് ആയിരിക്കുന്നത്, വേസ്റ്റ് ബാസ്ക്കറ്റുകൾ അല്ലേ? നാളെ കാലത്ത് ഈ വേസ്റ്റ് കുറെ കളയണം. അതാണ് അത് പൊലിയും. അത് നമ്മൾ വിചാരിച്ചാലും, ഏത് ബ്യൂട്ടി പാർലറിൽ പോയാലും, ഏത് വൈറ്റമിൻ കഴിച്ചാലും ഇത് പൊലിയും. ഒരു സംശയമില്ല. ദേ ജീർണിച്ചു തുടങ്ങി, തൊലി ചുളിഞ്ഞു തുടങ്ങി, കണ്ണ് കാണാണ്ടായി തുടങ്ങി, കാത് കേൾക്കാതായി തുടങ്ങി, ഒന്നിനും രുചിയില്ല, നടക്കാൻ വയ്യ, ജീർണിക്കും. ഇത് പ്രകൃതിയാ, അത് ജീർണിക്കും, പൊലിയും. ഇത് പൊലിഞ്ഞ് പൂർണ്ണമാകും വലിയൊരഹന്ത. ഇവിടെ എല്ലാവർക്കും തെറ്റുന്നത്. ഈ അടുത്ത് വരെ ഞാൻ കേട്ടു ഈ രീതിയിൽ പൊലിയണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിൽ നിന്നും അന്യമായ ഒന്ന് ഉണ്ട് എന്ന ധാരണ പൊലിയണം, ഇല്ലാതാകണം. പൊലിഞ്ഞാലാണ് നമ്മുടെ ഈ അഹന്ത പൂർണ്ണമാകുക. അതെല്ലാവരും പറഞ്ഞിരുന്നു അഹങ്കാരം വരാണ്ടിരിക്കാൻ അനുഗ്രഹിക്കണം. അല്ല, ഈ പൊലിയുമ്പോ എന്നിൽ നിന്ന് അന്യമായിട്ടൊരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ളത് എൻ്റെ തെറ്റായ ധാരണയാണ്. അങ്ങനൊന്നില്ല എന്നുള്ള അറിവാണ് എൻ്റെ മഹത്തായ അറിവ്. അതാണ് പൂർണ്ണമായ അറിവ്. മനസ്സിലായോ? അത് വരണമെങ്കിൽ അത് തന്നെ വരില്ല, വരം തരയണം. ഒരു ഗുരുവിന്റെ അനുഗ്രഹം വേണം, അല്ലെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം വേണം. ഒരു വരല്ലാതെ അത് പറ്റില്ല. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ ഈ സത്യത്തെ, കാലാതീതമായ സ്ഥലാതീതമായ ഈ സത്യത്തെ, നമുക്കൊക്കെ സ്പേസ് വേണം, ടൈം വേണം. കാലാദിയായ മൃദുനൂലാല് നെയ്യുമൊരു ലീലാപടം ഭവതിമേ മേലാക ഓടുവതിനാൽ ആരുമുള്ളതറിവിയില്ല. എന്താ വരിയുടെ ഒരു ഭംഗി നോക്കി. കാലാദിയായ മൃദുനൂലാല് നെയ്യുമൊരു ലീലാപടം. നമ്മളിന്നീ കാണുന്നത് വെറും ലീലാപട, മൂടിയിട്ടിരിക്കണ ലീലാപട. ഇത് മാറ്റുമ്പോഴേ സത്യം. ഇങ്ങനെ പറഞ്ഞു പോയി ഒരുപാട് പറയണം. പക്ഷെ ഈ സത്യം ദർശിച്ചത്, ആ സത്യം ദർശിച്ചവരാണ് സത്യദർശി. ഈ സത്യം ഭക്ഷണം കഴിച്ച് ഉണ്ടും ഉറങ്ങിയിരുന്ന ഈ സത്യം ദർശിക്കാൻ പറ്റില്ല. അസത്യങ്ങൾ മാത്രം കണ്ട് ജീവിക്കുന്നവരാ ഞാനും നിങ്ങൾ, ഒരു സംശയമില്ല. സ്വാമിമാരായാലും ഞാൻ ഇപ്പൊ തൽക്കാലം കൂട്ടുന്നില്ല. നമ്മളൊക്കെ അസത്യം മാത്രം കണ്ട് അസത്യം മാത്രം അനുഭവിച്ച് ഒരു ജീവിതം പാഴാക്കി കളഞ്ഞവരാ ഞാനും നിങ്ങളും. അവിടെ സത്യദർശനം എന്നുള്ള വാക്കിന് യാതൊരു പ്രസക്തിയില്ല.
സത്യം അറിയാത്ത ദർശിക്കാത്ത ഞാനെന്ന് ഗുരുവിന്റെ സത്യദർശനത്തെ കുറിച്ച് പറയുകയാണ്. പൊറുക്കുക. എന്താ സത്യദർശനം? ഗുരു സത്യദർശനത്തിന് വേണ്ടി എവിടെ പോയത്? തൈക്കാട്ടയ്യാവിന്റെ അടുത്ത് പോയി യോഗയിലൂടെ നോക്കി, പ്രാർത്ഥിച്ചു നോക്കി. മണക്കലമ്മേനെ പ്രാർത്ഥിച്ചു, കൃഷ്ണനെ പ്രാർത്ഥിച്ചു, സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചു, ശൈവ സിദ്ധാന്തത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പോയിരുന്നു പഠിച്ചു, വേദാന്തം പഠിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും ഗുരുവിന് സത്യത്തെ കാണാൻ പറ്റില്ല. ഗുരു അവസാനം എന്ത് ചെയ്തു? മരുത്വമലയിൽ പോയി തപസ്സിരുന്നു. ഘോരമായ തപസ്. താഴേക്ക് ഇറങ്ങി വന്നില്ല. അവിടെയുള്ള ഇല ഇടിച്ചു പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് കട്ടുകോടിയുടെ ഇല കഴിച്ചും ദേവേന്ദ്രൻ ചൊരയിലെ വെള്ളം മുക്കി കുടിച്ചും കാലങ്ങളോളം ഇരുന്ന്. എത്ര കാലം നമുക്കറിയില്ല, 3 വർഷമെങ്കിലും മിനിമം ഇരുന്നിട്ടുണ്ട്. അപ്പോഴാണ് ഗുരുവിന് 1 കോടി ദിവാകരൊത്തുയരുമ്പടി പാരോട് നീരനലാദികളെങ്കടും ആറു കിളർന്നു വരുന്നൊരു നിൻപടിവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു ക്ഷേത്രത്തിന്റെ മുന്നിൽ പോകുമ്പോൾ അവിടെ ഒരു വിഗ്രഹം കാണുന്നു. വിഗ്രഹമല്ല ഗുരുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഗുരു പറഞ്ഞില്ല എന്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഗ്രഹം വന്നു, ഒരു രൂപം വന്നു എന്ന്. 1 കോടി ദിവാകരൊത്തുയരുമ്പടി പാരോട് നീരനലാദികളെങ്കടും ആറു കിളർന്നു വരുന്നൊരു നിൻപടിവ്. അത് ആരുടെ വടിവ? ആരുടെ വടിവ അത്? 1 കോടി സൂര്യന്മാര് 10,000 ആതിഥേയർ ഒന്നിച്ചുദിച്ചു വരുന്ന വടിയെ എന്ന് ഗുരു ആത്മോപദേശത്തിൽ പറയുന്നുണ്ട്. ആ പ്രകാശമാണ് സത്യം. ഇരുട്ട് സത്യമല്ല, അണയാത്ത പ്രകാശം, സകല പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശം. ഉപനിഷത്തുകൾ വായിച്ചു നോക്കൂ. ഈ സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് സൂര്യനല്ല, ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രനല്ല, ഈ നക്ഷത്രജാലങ്ങളെ പ്രകാശിപ്പിക്കുന്നതും സൂര്യനോ മറ്റൊന്നുമല്ല. ഈ സകല പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് സത്യത്തിന്റെ പ്രകാശം. അതൊരിക്കലും നശിക്കില്ല. അനാദികാലം മുതൽ ബ്രഹ്മസങ്കല്പത്തിൽ നിന്ന് ഈ പ്രപഞ്ചമുണ്ടായെന്ന് ഗുരു പറയുന്നു. സത്സർഗ സമൃം സങ്കല്പം അത്രയാണ് പരമേശ്വര. ദർശനമാലയിൽ പറയുന്നുണ്ട്, പരമേശ്വരന്റെ സങ്കല്പത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. മായ എന്ന് പറയുന്ന ആ ശക്തി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെന്ന് ഗുരു പറയുന്നു. അപ്പൊ ആദ്യമമായിട്ടുള്ള കാരണം, നമ്മൾ ഈ സയൻസ് അന്വേഷിച്ചു പോകുന്നത് കാരണത്തെ അല്ല, കാര്യത്തെയാ. നിങ്ങളൊന്ന് മനസ്സിലാക്കണത്. കാരണം അന്വേഷിച്ച് പോയത് ഭാരതത്തിൽ ഋഷീശ്വരന്മാര് മാത്രം. ലോകത്ത് ഒരു രാജ്യത്തും കാരണത്തെ അന്വേഷിച്ചിട്ടില്ല. അവരെന്തിനെ അന്വേഷിച്ചത്? കാര്യത്തെ അന്വേഷിച്ചു. തിരമാലകൾ എണ്ണാൻ പോയി, കടലിനെ കണ്ടില്ല. പാത്രങ്ങൾ കാണാൻ പോയി, മണ്ണിനെ കണ്ടില്ല. ആഭരണങ്ങൾ കാണാൻ പോയി, സ്വർണത്തെ കണ്ടില്ല. പക്ഷേ ഭാരതത്തിലെ ഋഷീശ്വരന്മാരെ അന്വേഷിച്ചത് ഈ പറയുന്ന ബാഹ്യമായ ഒന്നിനുമല്ല, അതിന് കാരണമായൊരു സത്തയുണ്ട്. അതായിരുന്നു അവരുടെ അന്വേഷണം. ഈ കോ അഹം, ഞാൻ ആര്, കുത ജഗത്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ ഋഷീശ്വരന്മാർ ഘോരമായ തപസ് ചെയ്തത്.